അസ്സലാമലൈക്കും, നമസ്കാരം. ഞാനിപ്പോൾ ഒന്ന് സൗദിയിലെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ, ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക. സൗദിയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കോൺട്രാക്റ്റ് കഴിഞ്ഞ് ഇവിടെ തുടരുന്നവരുണ്ട്, കോൺട്രാക്റ്റ് ഇല്ലാതെ തുടരുന്നവരുണ്ട്, പുതിയ വിസയ്ക്ക് വന്നവരുണ്ട്, 3 മാസത്തേക്കാമുള്ള വിസയ്ക്ക് വന്നവരുണ്ട്, 1 വർഷത്തേക്കാമുള്ള വിസയ്ക്ക് വന്നവരുണ്ട്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ സ്പോൺസറുമായിട്ട് കിവാ പോർട്ടൽ വഴി കോൺട്രാക്റ്റ് കഴിഞ്ഞ ആളുകൾ കോൺട്രാക്റ്റ് പുതുക്കാൻ ശ്രമിക്കുക, തൊഴിൽ കരാറ് പുതുക്കുക. നിങ്ങൾക്ക് ആ സ്പോൺസറെടുത്ത് തുടരാൻ താല്പര്യമില്ലെങ്കിൽ അതൊരു സ്പോൺസറെ അതേ കമ്പനിയെ കണ്ടെത്തി അതിലേക്ക് സ്പോൺസർഷിപ്പ് മാറി അവിടെ കോൺട്രാക്റ്റ് പുതുക്കി തുടരുക. അതല്ലെങ്കിൽ നാട്ടിലേക്ക് എക്സിറ്റ് പോവുക. അല്ലാതെ നിങ്ങൾ കോൺട്രാക്റ്റ് കഴിഞ്ഞതിന് ശേഷം കിവാ പോർട്ടൽ വഴി കോൺട്രാക്റ്റ് കഴിഞ്ഞതിന് ശേഷം അത് തൊഴിൽ കരാറ് പുതുക്കാതെ ഇവിടെ നിന്നാൽ 60 ദിവസം ടൈം ഉണ്ടാവും. 60 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് റൂബാവും. നിങ്ങൾ എവിടെ നിന്നാണ് ആരോടത്താണോ നിങ്ങൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ അടുത്ത് നിന്നാണ് നിങ്ങൾ വിസ എടുത്തു വന്നതെന്ന് വെച്ചാൽ 3 മാസത്തെ വിസ ആയാലും ശരി, 1 വർഷത്തെ വിസ ആയാലും ശരി, അതത് സ്പോൺസർമാരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ തൊഴിൽ കരാറ് കിവാ പോർട്ടൽ വഴി പുതുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ 60 ദിവസം കഴിഞ്ഞാൽ പുതുക്കിയില്ലെങ്കിൽ 60 ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റൂബാവും. ഒരുപാട് ആൾക്കാർ വിസ എടുത്ത് വന്നവരുണ്ട്. എൻ്റെ സ്പോൺസറെ അടുത്ത് നിന്ന് വിസ എടുത്ത് വന്നവരുണ്ട്. അങ്ങനെ പല ആൾക്കാരെ സ്പോൺസർമാരുടെ അടുത്ത് നിന്ന് വിസ എടുത്ത് വന്നിട്ടുണ്ട്. അതത് സ്പോൺസർമാർ ബന്ധപ്പെട്ട് ആ തൊഴിൽ കരാറ് പുതുക്കാൻ ശ്രമിക്കുക. തൊഴിൽ കരാറ് പുതുക്കിയാലും ആ സ്പോൺസർ സമ്മതം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സ്പോൺസറുടെ അടുത്തേക്കോ കമ്പനിയിലേക്കോ മാറാം, അതിന് തടസ്സമില്ല. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ തൊഴിൽ കരാറ് പുതുക്കി കിവാ പോർട്ടൽ വഴി തൊഴിൽ കരാറ് പുതുക്കി തുടരണം. അതാണ് നിയമം. തൊഴിൽ കരാറ് പുതുക്കാതെ ഇവിടെ നിൽക്കാൻ ഇനി പാടില്ല. നിർബന്ധമായിട്ടും ഇത് ശ്രദ്ധിക്കുക, മറക്കണ്ട. ഉറവായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. തൊഴിൽ കരാറ് പുതുക്കി അവിടെ തുടരുക, അതായത് സ്പോൺസർമാരുടെ അടുത്ത്. അവിടെ തുടരാൻ താല്പര്യമില്ലെങ്കിൽ മറ്റ് സ്പോൺസറത്തേക്ക് മാറുക. ഓക്കെ, ഇത് സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.